ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. 2 കപ്പ് ബസ്മതി റൈസാണ് അതിന് വേണ്ടി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. കഴുകിയെടുത്തിട്ടുള്ള റൈസ് 20 മിനിറ്റ് കുതിരാനായി വെള്ളമൊഴിച്ച് മാറ്റിവെക്കാം. പ്രഷർ കുക്കർ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ഗീയും ഇട്ടുകൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടാകുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ്, പിന്നെ ഒരു 3 ഗ്രാമ്പു, ഒരു 2 ഏലക്കായി, 2 കഷ്ണം പട്ട, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഇട്ടുകൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം വഴറ്റി കൊടുക്കാം. സവാള ഇവിടെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നടുവേ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ വഴറ്റിയെടുത്ത് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് തക്കാളി നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളി എല്ലാം വെന്ത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഇട്ട് ഇത് നല്ലോണം ഇളക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചെടുത്തതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് റൈസിന് ആവശ്യമായിട്ടുള്ള 4 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിരാനായി വെച്ചിരുന്ന റൈസ് വെള്ളം കളഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. 2 വിസിലിന് ശേഷം നമുക്കിതിന് തുറന്ന് നോക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. റൈസെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇതുണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.